നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടർ ഇരിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒടുവിൽ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. അപ്പുവിന് കുറച്ച് കുഞ്ഞിലെ തന്നെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായി നിങ്ങൾക്കറിയാല്ലേ? അതെ ഡോക്ടറെ, അതിനുവേണ്ടി ചികിത്സ കൊടുത്തിരുന്നു. പിന്നെ ഇന്നവൻ തളർന്നു വീഴുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇപ്പൊ അപ്പുവിന്റെ ഹാർട്ടിന് 4 ബ്ലോക്ക് ഉണ്ട്. അല്ലാതെ എൻഡോകാർഡിയം ഇന്നർ ലെയർ, അതായത് ഹാർട്ടിന്റെ ഉൾഭിത്തി കുറച്ച് പ്രോബ്ലം. പ്രൈമറി സെക്കൻഡറി സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഫൈനൽ സ്റ്റേജിലാ അപ്പു. ഡോക്ടർ, എങ്ങനെ എന്റെ അപ്പൂനെ ഒന്ന് രക്ഷിക്കണം? ഇനി ഏക മാർഗം എന്ന് പറയുന്നത് സർജറിയാ. സർജറി എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓപ്പൺ ചെയ്തുള്ള സർജറി. അപ്പുവിന്റെ ഈ സിറ്റുവേഷനിൽ കീഹോൾ സർജറി കൂടുതൽ റിസ്കാ. ഓപ്പറേഷൻ ഉടനെ വേണ്ടിവരും. എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. പിന്നെ ഈ ഓപ്പറേഷന്റെ റിസ്ക് ഫാക്ടർ കൂടി പറയാം. ഓപ്പറേഷൻ നടത്തി അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് ഉള്ളൂ. അതായത് ഓപ്പറേഷൻ നടന്നാൽ അപ്പു രക്ഷപ്പെടാൻ 30% മാത്രമേ ചാൻസ് ഉള്ളൂ. വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. ഓപ്പറേഷൻ വേണോ വേണ്ടയോ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഡോക്ടറെ, ഓപ്പറേഷൻ നടന്ന എന്റെ കുഞ്ഞ് രക്ഷപ്പെടാൻ 30% ചാൻസേ ഉള്ളൂ. അതെ അതെ അതെ. പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ കുഞ്ഞിനെ മരുന്നുകൊണ്ട് സുഖപ്പെടുത്താൻ പറ്റുമോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. രോഗത്തിന്റെ ഫൈനൽ സ്റ്റേജിലാണ് രോഗി. ഉടൻ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ കൂടിയൊരു 2 മാസം, അതിനപ്പുറം അപ്പു ജീവിച്ചിരിക്കില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷനാ ഇതെന്ന്. പക്ഷെ നിങ്ങൾ അതിന്റെ റിയാലിറ്റി ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാം. തീരുമാനം എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കാ. ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് എങ്കിലും ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ, അത്രമാത്രം പ്രതീക്ഷിച്ചാ മതി. അപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. എന്തായാലും ഓപ്പറേഷൻ നടക്കട്ടെ. രണ്ടു മാസം കൂടി എന്റെ അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടായ പോരാ. ജീവിതകാലം മുഴുവനും അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്റെ അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ നടക്കട്ടെ. എന്റെ കൃഷ്ണനൊപ്പം ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. അച്ഛാ, കണ്ണൻ എന്റെ അപ്പുവിനെ കൈവിടില്ല അച്ഛാ. കൈവിടില്ല ഡോക്ടർ, ഞങ്ങൾക്ക് വിശ്വാസ. ഓപ്പറേഷൻ നടക്കട്ടെ. എന്റെ കണ്ണൻ അപ്പുവിനെ കൈവിടില്ല. ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം കെടുത്തില്ല. ഓപ്പറേഷൻ നടക്കട്ടെ ഡോക്ടർ. ഓക്കെ, കോൺഫിഡൻസ് നല്ലതാ. അപ്പൊ ഓക്കെ, നാളെ ഫുൾ ചെക്കപ്പ് നടത്താം. മറ്റന്നാ ഓപ്പറേഷൻ. എന്താ? ശരി ഡോക്ടർ. മറ്റന്നാ മോർണിംഗ് 10 o'clock അപ്പുവിന്റെ ഓപ്പറേഷൻ നടക്കും. ശരിയാ, ശ്യാമ പൊളിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പൊളിച്ചങ്ങോട്ട് അടിക്കും. മോള് പറഞ്ഞു ശരിയാ. ശ്യാമയുടെ പാട്ട് അവള് പാടി അവസാനിപ്പിച്ചപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ശ്യാമ നന്നായി പാടുമെന്ന് ഞാൻ ഇവിടെ ഉള്ളവരോട് പലതവണ പറഞ്ഞു.
അംഗീകരിച്ചില്ല. ഓരോ ന്യായങ്ങൾ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ ശ്യാമ പ്രശസ്തയായില്ലേ? ഇനി ഈ കുടുംബത്തിലെല്ലാവരും ശ്യാമയുടെ പേരിൽ അറിയപ്പെടും. പക്ഷേ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇനി എന്ത് പ്രശ്നം? ശ്യാമ ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായില്ലേ? അതാണ് പ്രശ്നം. ഇനി നമ്മുടെ അഖിയാരാ? അഖിയാരെന്ന് ഐശ്വര്യക്ക് അറിയില്ലേ? ശ്യാമയുടെ ഹസ്ബൻഡ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇനി നമ്മുടെ അഖിയുടെ ഹസ്ബൻഡ് ശ്യാമയാവോന്നാ നമ്മള് പേടിക്കേണ്ടത്. മനസ്സിലായില്ല? അച്ഛൻ പറഞ്ഞതുപോലെ ശ്യാമ ഇപ്പോ 4 ആൾ ആരാധിക്കുന്ന പാട്ടുകാരിയാ. നമ്മുടെ അഖിയോ വെറും ഒരു പച്ചക്കറി കടക്കാരൻ. അപ്പൊ നമ്മുടെ അഖിക്ക് ശ്യാമയുടെ അടിമയാവാതെ പറ്റില്ലല്ലോ. ഇപ്പൊ വിൻ ചെയ്തപ്പോ തന്നെ ശ്യാമയുടെ നിറം മാറുന്നത് ഞാനും അമ്മയും ശ്രദ്ധിച്ചതാ. അഖിക്ക് അവൾ അവിടെ ഫ്ലോറില് പുല്ല് വിലയാ കൊടുത്തത്. പല മ്യൂസിക് ഷോയും ഞാൻ കണ്ടിട്ടുണ്ട്. 1ാം സ്ഥാനം കിട്ടുന്നവര് അവരെ ആ നിലയിൽ എത്തിച്ചവരാരോ അവരെ ഒപ്പം നിർത്തിയിട്ടാണ് ട്രോഫിയും ചെക്കും ഒക്കെ വാങ്ങുന്നത്. അവിടെ ശ്യാമ ചെയ്തതോ അത് എല്ലാരും കണ്ടതാണല്ലോ. ആക്കി ഫ്ലോറിന് താഴെ വെറും ഒരു കാഴ്ചക്കാരനെ നിന്നിട്ട് കൈയടിക്കുന്നു. അവിടെ അഖിക്കല്ല, ആ GK സാറിനാ ശ്യാമ പ്രാധാന്യം കൊടുത്തത്. അവൾക്ക് വേണ്ടി എല്ലാ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ച് പച്ചക്കറിക്കടക്കാരനായി അധപ്പതിച്ച ആളാക്കി. ആ ഒരു നന്ദി അതും വേണ്ട, ചെറിയൊരു പരിഗണന അതവൾ അഖിക്ക് കൊടുത്തോ? പറയ്, അച്ഛൻ തന്നെ പറയ്. ശ്യാമ അവാർഡ് വാങ്ങി, അതിനെന്താ? അതൊരു വലിയ കാര്യമായിട്ട് കാണണോ? കാണണം. നിങ്ങൾക്കെല്ലാവർക്കും അത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ശ്യാമ എന്റെ മോനെ അങ്ങനെ അവഗണിക്കാൻ പാടില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.